இந்தியாவில் நடந்த எத்தனையோ டெரர் அட்டாக்ஸ்ல பிரைம் சஸ்பெக்ட். அப்படிப்பட்ட ஒரு டெரரிஸ்ட் இப்போ இந்த பெங்களூர் சிட்டியில் வந்து மாட்டியிருக்குன்னா இட்ஸ் நாட் ஜஸ்ட் அ கோஇன்சிடென்ஸ். தட் டு இங்கே இம்பார்ட்டன்ட் ஈவெண்ட்ஸ் நடக்கும்போது பிரைம் மினிஸ்டர்ஸ் விசிட், இஸ்லாமிக் பீஸ் கான்ஃபரன்ஸ், இந்தியா இங்கிலாந்து கிரிக்கெட் மேட்ச், ராணா ஏதோ பிளான் பண்ணியிருக்கு. சார் ராணா ஏதாவது? நத்திங். இது வரைக்கும் ராணா எதுவுமே சொல்ல. Yes, sir. शादी मुबारक हो सर. नहीं. മലയാളത്തിൽ എങ്ങനെ പറയും? കല്യാണം ആശംസകൾ. റൈറ്റ്? എനിക്ക് 9 लैंग्वेज അറിയും. സാറിന് ഇഷ്ടപ്പെട്ടില്ല എന്റെ മലയാളം? जब बार दो मलयाली मिलते हैं तो ये पता लगता है. तो कैसे मिलते हैं? മലയാളി ആണോന്ന് ചോദിച്ച് ഓടി വന്ന് ഹഗിയുമല്ലോ. All you Malayalam people. വിക്ടർ റാണ ഡേർട്ടി ബഗർ. ഇനി നീ മലയാളത്തിലല്ല സംസ്കൃതത്തിൽ കിടന്ന് കയറി പൊളിച്ചാലും ഇവിടെ ഒരുത്തനും വരാൻ പോകുന്നില്ല. കേട്ടോടാ? സോ നീ പഠിച്ച 9 ഭാഷ ഇവിടെ കോയി ഫായദ നഹി. ഒരുത്തനും അറിയില്ല നിന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ച് കൂട്ടിലടച്ചിരിക്കുകയാണെന്ന്. എന്റെ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് പോലും ഇവിടെ കിടന്ന് ചത്ത് പുഴുതുന്നാ പോലും ഒരുത്തനും അറിയില്ല. ഒരുത്തനും കഴിയില്ല നിന്നെ രക്ഷിക്കാൻ. അൺലെസ് എ മിറക്കിൾ സേവ്സ് യു. മിറക്കൽ. മിറക്കൽ. ഞാനും പുറത്ത് ചിലത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നടക്കാതെ പോകണമെങ്കിൽ മിറക്കൽ ഹി ഹോനാ ചാഹിയേ. സമझा? ഹലോ. ഹായ് ജയ്. ബിസി ഡിന്നറിന് എന്താ കുക്ക് ചെയ്യണ്ടെന്ന് ചോദിക്കാൻ വിളിച്ചതാ. വാട്ട്? അതേ, അമ്മയുടെ റെസിപ്പി ബുക്കേ ഞാനിങ്ങ് കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ജയ്ക്ക് എന്താ സ്പെഷ്യൽ ഡിഷ് വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എന്തായാലും ഓക്കെ. വാട്ടോ? ബ്രിഞ്ചാൾ ഇഷ്ടമാണോ ജയ്ക്ക്? ബെങ്ങിൻ ഭർത്ത. ഓക്കെ. ബെങ്ങിൻ മസാല ആയാലോ? ഈ കത്രിക്കയിൽ നല്ല മസാല ഒക്കെ ഇട്ടിട്ട്. എനിത്തിങ് സ്വീറ്റി, നിന്റെ കൈ കൊണ്ട് എന്തുണ്ടാക്കിയാലും എനിക്ക് ഇഷ്ടമാണ്. ജയ് പ്ലീസ്. ഓക്കെ ലിസൺ, ഞാനിപ്പോ കുറച്ച് ജോലിയിലാണ്. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ. ലൈഫ് ഇവിടെ നിന്റെ തടവിൽ കെട്ടിയിട്ടിരിക്കുന്നത് എന്നെ, വിക്ടർ റാണെ. പക്ഷേ ടോർച്ചർ അനുഭവിക്കുന്നത് ഞാനല്ല, നീ. സർ, ഇതൊക്കെയാണ് റാണയുടെ റൂമിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തത്. അപ്പാർട്ട് ഫ്രം ഹിസ് ബാഗ് ആൻഡ് ക്ലോത്ത്സ്. നോ സെൽഫോൺ, ലാപ്ടോപ്പ്, നത്തിങ്? ഇല്ല സർ. ആസ് വി നോ, സെൽഫോൺ, ലാപ്ടോപ്പ് ഇതൊന്നും ഉപയോഗിക്കാറില്ല ഇവരാരും. അതിർത്തികൾക്കപ്പുറത്തെ വലിയ ബോസുമാരിലേക്ക് അത് ലീഡ് ചെയ്യും. റാണ നെറ്റ് ഉപയോഗിച്ച് എന്റെ വേരുകൾ മാന്തണമെങ്കിൽ അവൻ താമസിച്ചിരുന്ന ഹോട്ടലിന്റെ അടുത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഇന്റർനെറ്റ് കഫേകളിൽ അവിടെ വേണം നമ്മൾ സ്നിഫ് ചെയ്യാൻ. Your cell phone has just issued a text from your wife. സോറി. വൈഫ് കിട്ടുന്നത് മെസ്സേജ് എടുത്തുക പ്ലീസ്. Missing you. What time will you be home? இதுதான் உன் வாழ்க்கையில நடக்க போற மோஸ்ட் டேஞ்சரஸ் அண்டர் கவர் மிஷன். எஸ் சார். റാണ. ராணா இல்ல, ராணி. உன்னோட அஞ்சலி. யுவர் மேரேஜ் மோஸ்ட் டேஞ்சரஸ் அண்டர் கவர் மிஷன். Hi. How was your day? ഈ വാതിലൊന്ന് തുറന്നാ അകത്ത് വന്നെല്ലാം വിസ്തരിച്ച് പറയാം. ഫോർ യു. Oh, sweet. ഇതെനിക്കാ? Come. I have a surprise. ജയുടെ ഫേവറേറ്റ് കൗച്ച് ഇല്ലേ, അത് ഗസ്റ്റ് റൂമിലേക്ക് മാറ്റി. പിന്നെ ഡൈനിങ്, അത് ഇങ്ങോട്ടേക്ക്. Good. Then
നമ്മുടെ ടി വി അത് ആ കോർണറിലേക്ക് സെറ്റ് ചെയ്തു. പിന്നെ ജയുടെ കുറെ ഓഫുൾ പെയിന്റിങ്സ് അത് ഞാൻ എടുത്ത തൂപ്പുകാരന് കൊടുത്തു കളയാൻ. How is it? ഇങ്ങനെ തുടങ്ങിയാലേ നീ കുറച്ച് കഴിയുമ്പോ എന്നെ മാറ്റിയിട്ട് താഴത്തെ ആ കളവൻ തൂപ്പുകാരനെ കയറി താമസിപ്പിക്കല്ലോ. ശരി നോക്കട്ടെ. ഞാനൊന്ന് നോക്കട്ടെ. Elaborate security arrangements are being made in the city in view of the Prime Minister's visit to inaugurate the Global Leadership Summit. Around 750 police staff will be deployed for security cover, apart from 324 additional manpower from State Reserve Police Force and Rapid Action Force. അതെ, ഇപ്പൊ ഒറ്റത്തടിയും ബാച്ചിലർ അല്ല, ഓ സോറി, കൂടെ ഒരാളും കൂടെ ഉണ്ട്. ശീലമായി പോയി ഒറ്റത്തടി. വന്നേ. ഓക്കേ. ഈശ്വരാ, ഈ തടിയന് നല്ല വിശപ്പുണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുണ്ടാക്കിയതാ ഇതല്ല. ആണോ? നന്നായി. ഇല്ലേ കടിച്ചു തിന്നേനെ. എങ്ങനെയുണ്ട്? സൂപ്പർ ഫാന്റാസ്റ്റിക് അമേസിംഗ്. അത് കഴിച്ചു നോക്കിയില്ലല്ലോ, എന്നെ കളിയാക്കാണല്ലേ? എങ്കിൽ കഴിച്ചിട്ട് പറയാം. വാ. നോ, യു ആർ സോ മീൻ. ഞാൻ എത്ര സ്നേഹത്തോടെ ഉണ്ടാക്കിയതല്ല. ആൻഡ് യു ജസ്റ്റ് മേക്കിംഗ് ഫൺ ഓഫ് മീ. സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓക്കേ. എന്തുപറ്റി? ഇഷ്ടപ്പെട്ടില്ലേ? നന്നാവാം. വേണമെന്ന് വെച്ചാ ഇനി നന്നാവാം. വാട്ട്? ഏയ് വെയിറ്റ്, ഞാനിതൊക്കെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. എന്തുപറ്റി ജയ്? എന്റെ കുക്കിംഗ് ഇഷ്ടപ്പെട്ടില്ലേ? ഇത്രയും സ്വാദിഷ്ടമായ ആഹാരം ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കേട്ടിട്ടില്ലേ? ഈ വിശിഷ്ട പൂജ്യം ചമച്ച വിരൽത്തുമ്പുകളിൽ ഞാൻ ചുംബിക്കാൻ ആഗ്രഹിക്കുന്നു. മോനെ, ഹോളിവുഡ് സ്റ്റൈലിലുള്ള പ്രേമം വേണ്ട. എന്നാൽ ഇന്നത്തേത് ഹോളിവുഡ് സ്റ്റൈൽ. ஹலோ ஜெய், என்னடா பண்ணிருக்க? இதுவரை ஒன்றுமே பண்ணலை சார். சரி, நீ எதுவும் பண்ண வேண்டாம், உடனே கிளம்பு. சார்? ராணா இன்டர்நெட் யூஸ் பண்ண சைபர் கஃபேவே தேடி பிடிச்சாச்சு சார். நீ இம்மிடியேட்டா கிளம்பிங்க வா. சார், அதே ஆஃபீஸில் ஒரு எமர்ஜென்சி. சீக்கிரமாக போயிட்டு சீக்கிரமாக வந்துடுறேன். ജയ്, ഈ എക്സ്പോർട്ട് കമ്പനിയിലെ നൈറ്റ് എന്താ ജയ് എമർജൻസി? കമ്പനിയുടെ ഒരു കപ്പല് കാക്ക കുത്തി കടലിലിട്ടു. ഞാൻ അതൊന്ന് മുങ്ങി എടുത്തു കൊടുത്തിട്ട് വരാം. സാർ, ചായ. എത്ര വയസ്സുള്ളപ്പോഴായി കുട്ടി? 15 വയസ്സ്. 10 പഠിക്കുകയായിരുന്നു. പത്രങ്ങളിലൊക്കെ അന്നത് വലിയ വാർത്തയായിരുന്നു. അന്നേ നിങ്ങൾ ഇവിടെയായിരുന്നു? അതെ. അതായത് സുദക്ഷണ കൊല്ലപ്പെട്ടത് മുതൽ ദക്ഷ മരിച്ചത് വരെ ഈ വീട്ടിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ കൂടിയാണ് നിങ്ങൾ, അല്ലേ? അച്ചോട്ടാ, എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതലൊന്നും അച്ചോട്ടന് അറിയാൻ വഴിയില്ല സാർ. എന്തു വേണമെങ്കിലും സാറിന് എന്നോട് ചോദിക്കാം. ഓക്കെ. സ്വാഭാവികമായും എനിക്കറിയേണ്ടത് ദക്ഷയെക്കുറിച്ചാണ്. എന്തായിരുന്നു അവൾ? അല്ലെങ്കിൽ എന്തിനായിരുന്നു അവൾ? ഇതിൽ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം തരാൻ ഒരുപക്ഷെ എനിക്ക് കഴിഞ്ഞേക്കും. എന്റെ ഭർത്താവ് ശിവദാസ് ഒരു ആക്സിഡന്റിൽ മരിക്കുമ്പോൾ ദക്ഷയ്ക്ക് 6ഉം സുദക്ഷണയ്ക്ക് 12 വയസ്സായിരുന്നു പ്രായം. അന്ന് ഞാനും അദ്ദേഹവും ഒരേ കോളേജിൽ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപകർ. കണക്കിലേറെ സ്വത്തുണ്ടായിരുന്ന ഒരച്ഛന്റെ ഏക മകളായിരുന്നിട്ടും ജീവിക്കാൻ നല്ലൊരു ജോലി ഉണ്ടായിരുന്നിട്ടും ഒരാൺതുണയില്ലാതെ ഭർത്താവ് മരിച്ചൊരു സ്ത്രീക്ക് കഴിഞ്ഞുകൂടാനാവില്ലെന്ന മിഥ്യാബോധം എപ്പോഴും എന്നെയും പിടികൂടി. കോളേജിൽ അദ്ദേഹത്തിന് പകരക്കാരനായി വന്നാൽ എന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് പകരക്കാരനായി. അവിടെ മുതൽ എനിക്ക് പിഴച്ചു തുടങ്ങിയിരുന്നു. ലോകത്ത് പെണ്ണായി പിറന്ന എന്തിനേയും ദുഷിച്ച കണ്ണോടെ മാത്രം നോക്കിയിരുന്ന ഒരു നെറുകെട്ട മനുഷ്യൻ സ്വന്തം മകളെപ്പോലെ കാണേണ്ടിയിരുന്ന എന്റെ സുദർശനെ
ദക്ഷയുടെ കൺമുമ്പിൽ വെച്ച് അന്നെനിക്ക് നഷ്ടപ്പെട്ടത് സുദക്ഷനെ മാത്രമല്ല ദക്ഷയും കൂടിയായിരുന്നു. ആ സംഭവത്തിന് ശേഷം അവൾ എന്നെ അമ്മയെന്ന് വിളിച്ചിട്ടില്ല. 3 വർഷങ്ങൾക്ക് ശേഷം കുറ്റക്കാരനല്ലെന്ന കണ്ടെത്തലോടെ കോടതി ആ മനുഷ്യനെ വെറുതെ വിട്ടു. വിധിയറിഞ്ഞ് കോടതിക്ക് പുറത്തെത്തിയ അയാളെ കയ്യിൽ കരുതിയിരുന്ന ഒരു കത്തിയുമായാണ് ദക്ഷ നേരിട്ടത്. ഭാഗ്യം കൊണ്ട് അന്നയാൾ രക്ഷപ്പെട്ടു. പിന്നീട് അയാൾക്ക് നേരെ എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടായോ ദക്ഷയുടെ ഭാഗത്തു നിന്ന്? എന്റെ അറിവിൽ ഒരു തവണ കൂടി ഉണ്ടായിട്ടുണ്ട്. അവള് +2 പഠിക്കുമ്പോൾ ടൗണിലെ ഒരു ബുക്ക് സ്റ്റാളിൽ വെച്ച്. മരിക്കുന്നത് വരെയും ഈ രണ്ടാനച്ഛനോടുള്ള പക. ഐ എം സോറി, എനിക്ക് അയാളുടെ പേരറിയില്ല. ഐസക് പണിക്കർ. മിസ്റ്റർ ഐസക് പണിക്കരോടുള്ള പക ദക്ഷയുടെ മനസ്സിൽ പഴയതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പഴയതുപോലെന്നല്ല, ദിവസം ചെല്ലുന്തോറും അവൾക്ക് അയാളോട് പക കൂടുകയായിരുന്നു. അതായത് ദക്ഷ ഒരു കൊലപാതകത്തിന് ഒരുങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ ആദ്യം തെളിയേണ്ടിയിരുന്നത് ഐസക് പണിക്കറുടെ മുഖമാവണം. അതെ. പിന്നെ അതിനിടയ്ക്ക് ഈ ബാലഗംഗാധരൻ എങ്ങനെ കയറി വന്നു? ദക്ഷയ്ക്ക് അയാളോട് ഇത്ര പക തോന്നാൻ എന്തായിരുന്നു കാരണം? എനിക്ക് അറിയില്ല സർ. പക പോയിട്ട് ദക്ഷയ്ക്ക് അയാളെ പരിചയം പോലും ഇല്ലെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇതാണ് ദക്ഷയുടെ റൂം. വീട്ടിലെത്തിയാൽ അവൾ ഏറിയ സമയം ഇതിനുള്ളിൽ തന്നെയായിരുന്നു. ഈ സിസ്റ്റം ദക്ഷയുടേതാണോ? അതെ. Can I? പ്ലീസ്. ഇവിടെ അടുത്തെവിടെ ഒരു കരിങ്കൽ ക്വാറി ഉള്ളത്? ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടല്ലോ ഈ ശബ്ദം. 1 കിലോമീറ്റർ അപ്പുറത്തൊന്നുണ്ട്. weaponsworld.com, firearmblog.com, totaldestroyer.com, armsandammunitions.com. മരിക്കുന്നതിന് മുൻപോ പിൻപോ ദക്ഷയല്ലാതെ മറ്റാരെങ്കിലും ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇത് അവളുടെ മാത്രമായിരുന്നു. ഓക്കെ. എന്താ സർ, എന്തെങ്കിലും കുഴപ്പം? ഹേയ്, ഒന്നുമില്ല. നത്തിങ്. ഈ അച്യുതൻ നായരല്ലാതെ ഇവിടെ മറ്റാരുമില്ലേ സഹായത്തിന്? കുക്കിങ്ങിനും അകമ്പണിക്കുമായി ഇവിടെ അടുത്തുള്ള ഒരു സ്ത്രീ വരും. പറമ്പിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഒഴിവുള്ളപ്പോ അവരുടെ ഭർത്താവ് വന്ന് ചെയ്യും. അയാൾക്ക് ക്വാറിയിലാണ് സ്ഥിരം പണി. എന്താ അയാളുടെ പേര്? കേളു.